Hello friends, welcome to Electron College. We will discuss the multi-stage amplifier. That is a continuation topic. We will frequency response and coupling and detail. Okay. Now, we will frequency response coupling transformer. We will already frequency response. It is the voltage gain versus your frequency. ശരിയാണോ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈനിൻ്റെ സമയത്ത് നമ്മൾ അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് അതിന് യൂണിഫോം അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സ്പെസിഫൈഡ് റേഞ്ചിലേക്കൊക്കെ വരുത്താം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 റീജിയനുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഒന്ന് മിഡ് റേഞ്ച്, മിഡ് ഫ്രീക്വൻസി റേഞ്ച്, പിന്നെ ഏതാണ് ലോ ഫ്രീക്വൻസി റേഞ്ച്, പിന്നെ ഏതാണ് ഹൈ ഫ്രീക്വൻസി റേഞ്ച് അല്ലേ. ഈ മിഡ് ഫ്രീക്വൻസി റീജിയനിലാണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ആംപ്ലിഫിക്കേഷൻ എന്താണ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് അല്ലേ. മിഡിലാണ് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ എന്താണ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു ഇപ്പോൾ ഒരു വോൾട്ടേജ് ഗെയിൻ AVM എന്ന് പറഞ്ഞാൽ AVM. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓരോ ഡിസ്കഷൻ്റെ കേസ് നമ്മൾ ഓരോ ഫ്രീക്വൻസി റെസ്പോൺസ് എടുത്ത് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി നമ്മൾ പറയുവാണ് നമ്മൾ മിഡ് ഫ്രീക്വൻസി റേഞ്ചിലെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. കാരണം അവിടെ പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ ബാക്കിയുള്ള കേസുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോ ഫ്രീക്വൻസി ഓപ്പറേഷനാണ്. ഓക്കെ, നമ്മൾ ലോ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പോൾ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇൻ ലോ ഫ്രീക്വൻസി റീജിയൻ, അതായത് നമ്മുടെ മിഡ് ബാൻഡിൻ്റെ ലെഫ്റ്റിലുള്ള റീജിയൻ. ഓക്കെ, ദ ആംപ്ലിഫയർ സ്റ്റേജ് ബിഹേവ്സ് ലൈക്ക് എ സിമ്പിൾ ഹൈ പാസ് സർക്യൂട്ട്. ഒരു ഹൈ പാസ് സർക്യൂട്ട് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് നമുക്കറിയാം എന്താണ്, R1 C1 ആണ്. ശരിയല്ലേ. അപ്പോൾ നമ്മുടെ ഹൈ പാസ് സർക്യൂട്ട് നമ്മൾ ഫോം ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് യുവർ C1, ദിസ് ഈസ് യുവർ R1 ആൻഡ് ദിസ് ഈസ് യുവർ V ഔട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്തൊരു ഹൈ പാസ് സർക്യൂട്ട്. ക്ലിയർ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ജസ്റ്റ് ഫ്രീക്വൻസികൾ എന്തൊക്കെയാണ്, എത്രയാണ് വാല്യൂകൾ, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹൈ പാസ് സർക്യൂട്ട് ഫോർ യുവർ ഡിറ്റർമിനേഷൻ ഓഫ് യുവർ ലോ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I എന്തായിരിക്കും, ഇറ്റ് വിൽ ബി Vin ഡിവൈഡഡ് ബൈ R1 മൈനസ് J ഇൻറ്റു X1. ശരിയാണല്ലോ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ V ഔട്ട്, അതായത് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ R1 അക്രോസ് ഉള്ള ഡ്രോപ്പ് ആയിരിക്കുമല്ലോ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി I ഇൻറ്റു R1. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R1 മൈനസ് J X1. ഈ Iന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു Vin. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R1 മൈനസ് J ഡിവൈഡഡ് ബൈ 2πf into C1 into Vin. That is equal to Vin divided by 1 minus J divided by 2πf into C1 into R1. ക്ലിയർ. അപ്പം നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്ക് നമ്മൾ പറയാറുണ്ട് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ AVL എന്ന് പറഞ്ഞാൽ V ഔട്ട് ഡിവൈഡഡ് ബൈ Vin അല്ലേ. അപ്പോൾ നേരത്തെ ഇക്വേഷന് V ഔട്ട് ഡിവൈഡഡ് ബൈ Vin എടുക്കുക. അപ്പോൾ ഈ ടേം മാറുമല്ലോ, ഈ ടേം മാറിയിട്ട് എന്താവും 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് J ഡിവൈഡഡ് ബൈ 2πf ഇൻറ്റു C1 R1. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ബൈ 1 മൈനസ് J ഇൻറ്റു ഇനി എഴുതുന്ന ടേം ഓർത്ത് വെച്ചോ F1 ഡിവൈഡഡ് ബൈ F. ക്ലിയർ. ഈ F1 ആണ് നമ്മുടെ എന്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി. എന്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഈ F1ൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദിസ്. ഓക്കെ, അത് എത്ര വരിക, ഇറ്റ് വിൽ ബി 1 ബൈ 2π R1 ഇൻറ്റു C1. നോട്ട് ദിസ് ഔട്ട്. ഓക്കെ, അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്, അതാണ് 1 ബൈ 2π R1 C1. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടി അല്ല. അപ്പോൾ ഇതിന് മാഗ്നിറ്റ്യൂഡ് അല്ല, ഇനി ഇതിൻ്റെ മൊത്തം മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ഇറ്റ് വിൽ ബി 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് F1 ബൈ F ദ ഹോൾ സ്ക്വയർ. ക്ലിയർ. ഇനി ഇതിൻ്റെ ഫേസ് ആംഗിൾ തീറ്റ എടുക്കുകയാണെങ്കിലോ, ഫേസ് ആംഗിൾ θ1 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് F1 ഡിവൈഡഡ് ബൈ F. ക്ലിയർ. അപ്പോൾ ഇനി നോക്കാൻ പോകുന്ന അതിൻ്റെ ബാൻഡ് എത്രയാണെന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ വാല്യൂ, വോൾട്ടേജ് ഗെയിൻ്റെ വാല്യൂ അല്ലേ, നമുക്കത് നോക്കാം. അറ്റ് എ ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു F1 ആണെന്ന് അസ്യൂം ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ AVL എത്ര വരും വോൾട്ടേജ് ഗെയിൻ? ഇറ്റ് വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇറ്റ് വിൽ ബി 1/√2 ശരിയല്ല, അതായത് 1/√2 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.0707. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 70.7% എന്നത് ശരിയല്ലേ. അപ്പോൾ ഈ കേസിലെ വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? 0.70. നമ്മൾ മിഡ് ബാൻഡ് റേഞ്ചിൽ എന്തായിരുന്നു വോൾട്ടേജ് ഗെയിൻ? 1 ആയിരുന്നു അല്ലേ. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ ശരിക്ക് F1 ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് the gain has been fallen to 0.70 times its mid-band value ആയ AVM. ശരിയാണല്ലോ. അപ്പോൾ ദിസ് ഡ്രോപ്പ് ഇൻ ദ സിഗ്നൽ ലെവൽ ഇത് DBയിൽ എഴുതുമ്പോൾ എത്രയാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും റിഡക്ഷൻ ആണ് വരുന്നത് നമ്മൾ മിഡ് ബാൻഡ് റേഞ്ച് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് നിങ്ങൾ DBയിൽ എഴുതുമ്പോൾ ആ റിഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 20 log 1/√2 ഡെസിബലിലേക്ക് മാറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള -3 dB. ഇതുകൊണ്ടാണ് ആ ഫിഗറിൽ ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു -3 എന്ന് എഴുതിയത്, ഓർക്കുന്നില്ലേ? അപ്പോൾ -3 dB ഫ്രീക്വൻസി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം 70.7% കുറവെന്ന് പറയാം. അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് F1 എന്ന് പറയുന്നത് എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് യുവർ ലോവർ 3 dB ഫ്രീക്വൻസി. നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യാം അതിനെ പറയാം. ഓക്കെ, അതുപോലെ നിങ്ങൾ F1-ലെ നിങ്ങളെ ഫോർമുല ഓർക്കുക, ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2πr1c1. ഓക്കെ, സിമിലർലി നിങ്ങളുടെ R1 മാത്രം ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1/2πf1c1. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി എഴുതാം. ഓക്കെ, അതുപോലെ നമ്മൾ ഇത് പിന്നെ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ F1 ഈസ് ദാറ്റ് ഫ്രീക്വൻസി ഫോർ വിച്ച് the resistance R1 equals the capacitive reactance. That is equal to നിങ്ങൾ ഒന്ന് മാറ്റി എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് R1 മാത്രം മാറ്റി എഴുത്. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു 1/2πf1c1 എന്നല്ലേ. ഓക്കെ, ഈ സാധനം എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ? ഇതല്ലേ നിങ്ങളുടെ XC എന്ന് പറഞ്ഞാൽ എന്താ? 1/ωc അല്ലെങ്കിൽ 1/2πf/c അല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം 1/ωc എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം XC എന്ന് എഴുതിക്കൂടെ. അപ്പോൾ അതാണ് പറഞ്ഞത് F1. ഇപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്, F1 ഈസ് ദാറ്റ് ഫ്രീക്വൻസി ഫോർ വിച്ച് യുവർ റെസിസ്റ്റൻസ് R1 ഈക്വൽ ടു യുവർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ക്ലിയർ? XC1 എന്ന് പറഞ്ഞെങ്കിൽ XC1 എന്ന് പേര് കൊടുത്തു. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസിലേക്ക് ഒന്ന് പോകേണ്ടത്. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ F1 ഈസ് ദാറ്റ് ഫ്രീക്വൻസി അറ്റ് വിച്ച് യുവർ R1 ഈക്വൽസ് ദ XC1. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ക്ലിയർ? ഇതാണ് ലോ ഫ്രീക്വൻസി റെസ്പോൺസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ അകത്ത് ഇതേപോലെ തന്നെയാണ് പറയാനുള്ളത്, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എബോവ് മിഡ് റീജിയൻ ആണല്ലോ, അത് സിമ്പിളായിട്ട് ഏതുപോലെ ആക്ട് ചെയ്യുന്നുണ്ടാവും. നേരത്തെ ഹൈ പാസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ലോ പാസ് സർക്യൂട്ട്. അപ്പോൾ ഒരു ലോ പാസ് സർക്യൂട്ട് വരയ്ക്കുക. ഓക്കെ, അതായത് ഇതാണ് നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ R2, ഇതാണ് നിങ്ങളുടെ C2. ശരിയാണല്ലോ. ദിസ് ഈസ് യുവർ വി ഔട്ട്, അല്ല നമ്മൾ പറയാറില്ല വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് +or- വി ഔട്ട്. ശരിയാണല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വി ഇൻ, ദിസ് ഈസ് യുവർ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പം ഇതും നേരത്തെ പോലെ തന്നെ നമ്മൾ വോൾട്ടേജ് ഗെയിനൊക്കെ കാണണം. അപ്പോൾ നേരത്തെ ഒരു പ്രൂഫ് ചെയ്തല്ലോ, ഇനി അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ് ആൻസർ പോവാം. അപ്പോൾ നിങ്ങളുടെ വോൾട്ടേജ് ഗെയിൻ എത്ര വരും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/√1 + f/f2² ഓക്കെ. നേരത്തെ എത്രയായിരുന്നു? ഇതായിരുന്നു നേരത്തെ സാധനം, ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാധനം. ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ പ്രൂഫ് മതി, മറ്റേത് വേണമെന്നില്ല. ക്ലിയർ ആണല്ലോ. സിമിലർലി വാട്ട് ഈസ് യുവർ θ2? ഇറ്റ് വിൽ ബി tan ഇൻവേഴ്സ് f/f2. ഇതും നോട്ട് ചെയ്തോ, ഡിഫറൻസ് നോട്ട് ചെയ്തോ. tan ഇൻവേഴ്സ് f/f2 ആണ്. ഇവിടെയോ tan ഇൻവേഴ്സ് f1/f ആണ്. ഓക്കെ, ആ വ്യത്യാസം നോട്ട് ചെയ്യാം. സിമിലർലി ഇവിടെ F2 എന്ന് പറയുന്ന സാധനം എത്രയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/2πr2c2. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ F1 എന്ന് പറയുന്നത് എത്രയാണ്? 1/2πr1c1. ഓക്കെ, നേരത്തെ പോലെ ചെയ്യുക. സിൻസ് അറ്റ്
യു അസ്യൂം അറ്റ് എഫ് ഈസ് ഈക്വൽ ടു F2 എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഗെയിൻ എത്ര റെഡ്യൂസ് ചെയ്യും? ഗെയിൻ ഈസ് റെഡ്യൂസ്ഡ് ടു 1/√2 ടൈംസ് മിഡ് വാല്യൂ. മിഡ് വാല്യൂവിനെ 1/√2 ടൈംസ് റെഡ്യൂസ് ചെയ്യും. ആ F2നെ വിളിക്കുന്ന പേരാണെന്ത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് യുവർ അപ്പർ 3 dB ഫ്രീക്വൻസി. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പർ 3 dB ഫ്രീക്വൻസി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് F2 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദാറ്റ് ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് the frequency which represents for which your R2 will be equal to your XC2, അല്ലെങ്കിൽ നമ്മുടെ your R2 will be equal to your capacitive reactance. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ, ഈ ഒരു കാര്യത്തിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് ഏത് സർക്യൂട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ കാര്യങ്ങൾ, ഇതിൻ്റെ ഫ്രീക്വൻസി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതൊക്കെയാണ് നോക്കാനുള്ളത്. സിമിലർലി നിങ്ങളുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ F1 നിന്ന് F2ലേക്ക് പോകുന്ന ആ ഫ്രീക്വൻസി സ്ട്രെച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, F2 മൈനസ് F1 ആണ് നമ്മുടെ എന്ത് ബാൻഡ് വിഡ്ത്ത്. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിനെക്കുറിച്ച് പറയാനുള്ളത്? ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്കഷൻ പോകുന്നത് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിലേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ആ പഠിക്കുന്ന 3 കൂടി പഠിക്കും. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ RC കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോട്ട് ചെയ്യുക നിങ്ങൾ. ഈ ഫിഗറിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നോക്കാം. 2 ട്രാൻസിസ്റ്റർ ഐഡൻറ്റിക്കലാണ്. അല്ല, 2 ട്രാൻസിസ്റ്റർ ഐഡൻറ്റിക്കലാണ്. ഇതിനെ Q1 എന്നും ഇതിനെ Q2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങൾ, ഒരു കോമൺ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത് +VCC. ഓക്കെ, ഇവിടുത്തെ റെസിസ്റ്ററുകൾ R1, അതുപോലെ നിങ്ങളുടെ R2, അതുപോലെ നിങ്ങളുടെ RE. ഓക്കെ, ഇതാണ് ബയാസിങ്ങും അതുപോലെ സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്കും ഫോം ചെയ്യുന്ന സാധനങ്ങൾ എല്ലാത്തിലും. ഓക്കെ, അതുപോലെ ഈ അറേഞ്ച്മെൻറ്റിൽ ഈ RC ഉണ്ടല്ലോ, ഈ RCൻ്റെ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന സിഗ്നൽ, അതായത് ദ സിഗ്നൽ ഡെവലപ്ഡ് അക്രോസ് യുവർ കളക്ടർ റെസിസ്റ്റർ RC, അല്ലെങ്കിൽ RC എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഈ എന്താണ് സിഗ്നൽ, അത് ഏത് സ്റ്റേജാണ്? ഇത് ഫസ്റ്റ് 2 സ്റ്റേജാണ് ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഈ സാധനം നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് കമ്പയർ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേജിൻ്റെ കളക്ടർ ടെർമിനൽ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലെ ബേസ് ടെർമിനലായിട്ട് കപ്പിൾ ചെയ്യുന്നു ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ. മനസ്സിലായല്ലോ? ആ കപ്ലിംഗ് കപ്പാസിറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കപ്പിൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് RC കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്ററാണ് ഇമ്പോർട്ടൻസ്. ഞാൻ പറഞ്ഞു അതിൽ കപ്പാസിറ്റർ വെച്ചാന്ന് പറഞ്ഞു. ആ വിളിക്കുന്ന പേരാണ്, അതിൻ്റെ വിളിക്കുന്ന പേര് തന്നെയാണ് എന്ത്? കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, ആസ് ദ കപ്ലിംഗ് ഫ്രം വൺ സ്റ്റേജ് ടു നെക്സ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കപ്ലിംഗ് കപ്പാസിറ്റർ, വി കോൾ ഇറ്റ് ആസ് എ റെസിസ്റ്റൻസ് കപ്പിൾഡ്, റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്പിൾഡ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻപുട്ട് കപ്പാസിറ്റർ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ Cin. ഓക്കെ, ഇത് ഏതിനെ കപ്പിൾ ചെയ്യുന്നു? ദിസ് കപ്പിൾസ് ദ AC സിഗ്നൽ ടു ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ Q1. അല്ലേ? അപ്പോൾ ഇൻപുട്ട് കപ്പാസിറ്റർ ഏതിനൊക്കെ കപ്പിൾ ചെയ്യുന്നു? AC സിഗ്നലിനെയും ഈ ട്രാൻസിസ്റ്റർ Q1നെയും സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ സപ്പോസ് ഈ ഇൻപുട്ട് C1 ഇല്ല എന്ന് വിചാരിക്കും. ഈ ഇൻപുട്ട് Cin ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇൻപുട്ട് Cn ഇല്ലെങ്കിൽ ദ സിഗ്നൽ സോഴ്സ് വിൽ ബി പാരലൽ വിത്ത് R2. ശരിയാണല്ലോ? അത് അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ദ സിഗ്നൽ സോഴ്സ് വിൽ ബി പാരലൽ ടു R2 ആൻഡ് ദ ബയാസ് വോൾട്ടേജ് ഓഫ് ദ ബേസ് വിൽ ബി അഫക്റ്റഡ്. ഇവിടെ കൊടുക്കുന്ന ബയാസ് വോൾട്ടേജ് എന്താവും? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് അഫക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഈ Cnൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ദ ഫംഗ്ഷൻ ഓഫ് Cin ഈസ് ടു അലൗ ഓൺലി ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്രം യുവർ സിഗ്നൽ സോഴ്സ് ടു ദ ഇൻപുട്ട് സർക്യൂട്ട്. ആ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പർപ്പസ്. ഓക്കെ, സിമിലർലി വി ആർ ഹാവിങ് എ കപ്പാസിറ്റർ CE. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ദ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണിത് ദ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. CE ഓഫേഴ്സ് ലോ റിയാക്റ്റൻസ്. ഇത് ഓർത്ത് വെച്ചോ, സിഗ്നലിന് റിയാക്റ്റൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഈ ഓഫേഴ്സ് ഓൺലി ലോ റിയാക്റ്റൻസ് ടു ദ പാത്ത് ഓഫ് ദ സിഗ്നൽ. ഇത് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇഫ് ദിസ് ഈസ് നോട്ട് പ്രസൻറ്റ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് REൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് വിൽ റെഡ്യൂസ് ദ എഫക്റ്റീവ് വോൾട്ടേജ് അവൈലബിൾ അക്രോസ് ദ ബേസ് എമിറ്റർ ടെർമിനൽസ്.
അതായത് ഇതില്ലെങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വിൽ റെഡ്യൂസ് ദ എഫക്റ്റീവ് വോൾട്ടേജ് അവൈലബിൾ അക്രോസ് ദ ബേസ് എമിറ്റർ ടെർമിനൽസ്. ഈ ബേസ് എമിറ്റർ ടെർമിനൽസിൻ്റെ അടുത്തുള്ള എഫക്റ്റീവ് വോൾട്ടേജ്, ആ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ, അതിനെ കുറയ്ക്കും. അതുവഴി എന്ത് കുറയും? നിങ്ങളുടെ വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യും? കുറയും. ദസ് ഇറ്റ് റെഡ്യൂസസ് ദ വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് ആര്? നമ്മളുടെ CE എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ CE ഉള്ളതുകൊണ്ടാണ് ആ വോൾട്ടേജ് ഗെയിൻ അങ്ങനെ കുറയാത്തത്. ഓക്കെ, അപ്പോൾ CEൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ CE ഓഫർ ചെയ്യുന്ന ലോ റിയാക്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഈ സാധനം ഇല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും REയിൽ. അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് ദ ബേസ് എമിറ്റർ ടെർമിനൽസിൽ അക്രോസുള്ള വോൾട്ടേജ്, അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കുറച്ച്, ദസ് ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് യുവർ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, അതാണ് അതിൻ്റെ പർപ്പസ്. ഇനി നമ്മൾ വീണ്ടും കപ്ലിംഗ് കപ്പാസിറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ദ കപ്ലിംഗ് കപ്പാസിറ്റർ CC ട്രാൻസ്മിറ്റ് യുവർ AC സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെ ബ്ലോക്ക് ചെയ്യും? DCനെ ബ്ലോക്ക് ചെയ്യും. അതാണല്ലോ അതിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ DC ബയാസിങ് ഇതിനെ ഇൻ്റർഫിയർ ചെയ്യുന്നില്ലേ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ CCയെ വേറൊരു പേരിട്ട് വിളിക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ. ഓക്കെ, DCയെ ബ്ലോക്ക് ചെയ്യുന്നു, ACയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അപ്പോൾ CCയെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്നും വിളിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടി. ആ പരിപാടിയല്ല, ഇതിൻ്റെ വാട്ട് വി കോൾ, ഇതിൻ്റെ പർപ്പസുകൾ, ഓരോ സാധനത്തിൻ്റെ പർപ്പസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഓർക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ദ സിഗ്നൽ ഡെവലപ്ഡ് അക്രോസ് കളക്ടർ റെസിസ്റ്റേഴ്സ് ഓഫ് ഫസ്റ്റ് സ്റ്റേജിൽ ഇസ് കപ്പിൾഡ് ടു ദ ബേസ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ത്രൂ ദ കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ വൺ സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ ഈസ് ഫോളോഡ് ബൈ എ കണക്ഷൻ ടു എ ഷണ്ട് റെസിസ്റ്റർ അല്ലേ. കപ്ലിംഗ് കപ്പാസിറ്റർ ഷണ്ട് റെസിസ്റ്ററായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ RC കപ്പിൾ എന്ന് വിളിക്കും. ഇൻപുട്ട് കപ്പാസിറ്റർ കപ്പിൾസ്, അതായത് നമ്മുടെ CIN ആണ്. CIN ഏതിനെ കപ്പിൾ ചെയ്യുന്നു? AC സിഗ്നൽ വോൾട്ടേജിനെ ബേസിലേക്ക് കപ്പിൾ ചെയ്യുന്നു. ഈ CIN ഇല്ലെങ്കിലുള്ള പ്രശ്നമാണ് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പാരലൽ വിത്ത് യുവർ, ഏതിന് പാരലൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി പാരലൽ വിത്ത് യുവർ RE അല്ല, RE അല്ല, സോറി, R2 അല്ലേ. അപ്പോൾ അങ്ങനെ ബേസ് വോൾട്ടേജ് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ CIൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ കൊടുക്കുക നമ്മുടെ ഇൻപുട്ട് സർക്യൂട്ടിന്. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE എന്ത് ഓഫർ ചെയ്യും? ലോ റിയാക്റ്റൻസ് പാത്താണ് ഉണ്ടാവുക. അപ്പോൾ അതില്ലെങ്കിൽ എന്ത് ചെയ്യും? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് യുവർ RE വിൽ റെഡ്യൂസ് ദ എഫക്റ്റീവ് വോൾട്ടേജ് അവൈലബിൾ അക്രോസ് യുവർ ബേസ് എമിറ്റർ ടെർമിനൽസ്. അതായത് നിങ്ങളുടെ ഏത് വോൾട്ടേജ്? യുവർ ഇൻപുട്ട് വോൾട്ടേജ് കുറയും. അതുപോലെ എന്തും കുറക്കും? ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഗെയിൻ. ഓക്കെ, അപ്പോൾ ദ കപ്ലിംഗ് കപ്പാസിറ്റർ CC ക്യാൻ ട്രാൻസ്മിറ്റ് യുവർ AC സിഗ്നൽ ബട്ട് ബ്ലോക്ക് യുവർ DC, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ അത്രയും പോയിൻ്റാണ് നമ്മൾ അതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഓപ്പറേഷൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പം ജസ്റ്റ് ഇവിടെ പറയാം, ഇത് വെച്ച് പറയാം. ഓക്കെ, ഈ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ AC സിഗ്നൽ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ഇതൊരു ആംപ്ലിഫൈഡ് ഫോമായിട്ട് നമ്മൾ എവിടെ കിട്ടും? നമുക്ക് ഇത് എവിടെ കിട്ടും? ആംപ്ലിഫൈഡ് ഫോമായിട്ട് ഇറ്റ് വിൽ ബി ആംപ്ലിഫൈഡ് ഫോം വിൽ ബി ഫോംഡ് അക്രോസ് യുവർ കളക്ടർ ലോഡ് RC അല്ല, ഇവിടെയല്ലേ ഫോം ചെയ്യുക? ആംപ്ലിഫൈ ഇൻപുട്ട് ഇവിടെയല്ലേ ആംപ്ലിഫയർ ചെയ്ത്, ഇതല്ലേ പിന്നെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആംപ്ലിഫൈഡ് സിഗ്നൽ അക്രോസ് യുവർ RC വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് അല്ല. ഈ ആംപ്ലിഫയർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് ത്രൂ യുവർ കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. അതാണ് ഒന്നാമത്തെ. അപ്പം ദിസ് വിൽ ബി ഫർദർ ആംപ്ലിഫൈഡ് ബി യുവർ നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് സോ ഓൺ. പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കുറേ സ്റ്റേജ്, എത്ര സ്റ്റേജ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ കാസ്കേഡ് സ്റ്റേജുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ കാസ്കേഡ് സ്റ്റേജിൽ ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ ദ സിഗ്നൽ ആൻഡ് ദസ് ദ ഓവറോൾ ഗെയിൻ ഈസ് ഇൻക്രീസ്ഡ്. ഓവറോൾ ഗെയിൻ എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യം, ദ ഫേസ് ഓഫ് ഔട്ട്പുട്ട് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻപുട്ട്. ഫേസ് ഔട്ട്പുട്ടിലെ ഫേസ് തന്നെയായിരിക്കും ഇൻപുട്ടിലെ ഫേസും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസ് 2 പ്രാവശ്യം റിവേഴ്സ് ചെയ്യുന്നില്ലേ? കാരണം ഒരു Q1 ഇപ്പോൾ 180 ഷിഫ്റ്റായി, അടുത്ത Q2 അടുത്ത 180 ഷിഫ്റ്റ്. അപ്പോൾ അതിങ്ങനെ ഇറ്റ് വിൽ ബി ഷിഫ്റ്റഡ്. ദ ഫേസ് ഇസ് റിവേഴ്സസ് ട്വൈസ്ഡ് ബൈ 2 ട്രാൻസിസ്റ്റേഴ്സ്. 2 ട്രാൻസിസ്റ്ററും കൊണ്ട് 2 പ്രാവശ്യം എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏതുപോലെ നമ്മുടെ CE കോൺഫിഗറേഷൻ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് ഫേസ് ഈസ് ഇൻ ഫേസ് വിത്ത് യുവർ ഇൻപുട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
നമ്മുടെ ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഇൻഡിവിജ്വൽ ഗെയിനിനെക്കാട്ടിയും കുറവാണ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. ക്ലിയർ. അപ്പം ലോഡിങ് എഫക്റ്റാണ് അതിന് കാരണം എന്ന് പറഞ്ഞല്ലോ. ലോഡിങ് എഫക്റ്റാണ് അതിന് കാരണം. അപ്പോൾ വേറെ ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിങ്ങും ഇതിൻ്റെ ഓപ്പറേഷനും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും. ക്ലിയർ. അപ്പോൾ ഇനി ജസ്റ്റ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് വരക്കുവാണെങ്കിൽ എങ്ങനെ വരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ അതേപോലത്തെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് വഴിയാണ് നമ്മൾ RC കപ്പിൾഡ് തന്നെയല്ല വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതേപോലത്തെ തന്നെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, വേറെ എക്സ്ട്രാ ചേഞ്ചുകളൊന്നുമില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി അഗെയിൻ ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് തന്നെയാണ് ഫിഗർ. ഓക്കെ, ഫിഗറിലൊന്നും മാറ്റങ്ങളൊന്നും വരുന്നൊന്നുമില്ല. അപ്പം ഇവിടെ ഉണ്ടാവുന്ന നമ്മുടെ ഈ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ ബി കോളിങ് ദിസ് ആസ് F1 ആൻഡ് ദിസ് ഈസ് F2 അല്ലേ. ഇവിടെയാണ് ഫ്രീക്വൻസി F വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ എന്ത് വോൾട്ടേജ് ഗെയിൻ അല്ലേ, വോൾട്ടേജ് ഗെയിൻ ആണിത് AV. ദെൻ ഇതാണ് നിങ്ങളുടെ എന്ത് 1. ഓക്കെ, ദെൻ ഇതെത്ര പോയിൻറ്റ്, അതായത് ഈ പോയിൻറ്റ് ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള ഈ പോയിൻറ്റ്, ഇതാണ് പോയിൻറ്റ് കേട്ടോ. ഈ പോയിൻറ്റ് എത്രയാണ്, അതാണ് 0.707 കോമൺ പോയിൻ്റാണ് അത്. ഓക്കെ, പിന്നെ ഇത് 0.6, ഇത് 0.4, ഇതെത്ര 0.2, ഇവിടെ എത്രയാണ് 0.8. ഓക്കെ, ഈ റീജിയനുകളെ നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം. ഇതാണ് എന്ത് റീജിയൻ, ദിസ് ഈസ് യുവർ ഏത് റീജിയൻ പറഞ്ഞു, ലോ ഫ്രീക്വൻസി റീജിയൻ. ഇതാണ് നമ്മുടെ എന്ത് മിഡ് ഫ്രീക്വൻസി റീജിയൻ. പിന്നെ ഇതാണ് നമ്മുടെ എന്ത് ഹൈ ഫ്രീക്വൻസി റീജിയൻ. ഓക്കെ, അങ്ങനെ 3 റീജിയൻസാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, നമ്മൾ ഇനി ഓരോ റീജിയൻസും എടുത്തെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇൻ ദ മിഡ് ഫ്രീക്വൻസി റേഞ്ച്, അതായത് നമ്മുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ 50 ഹെർട്സ് മുതൽ ഒരു 20 കിലോ ഹെർട്സ് വരെ. ഓക്കെ, നിങ്ങൾ 50 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് യുവർ ആംപ്ലിഫയർ ഈസ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്. നമ്മൾ ഓൾറെഡി ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുവാണ്. ഓക്കെ, ഇതാണ് ബാൻഡ് വിഡ്ത്ത്. പിന്നെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വിത്ത് ദ ഇൻക്രീസ് ഇൻ യുവർ ഫ്രീക്വൻസി ഇൻ ദിസ് റേഞ്ച് the reactance, okay, the reactance of the coupling capacitor, coupling capacitorൻ്റെ റിയാക്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഫ്രീക്വൻസി കൂട്ടുന്നതിനോടൊപ്പം നിങ്ങൾ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഇൻക്രീസ് ദ ഗെയിൻ. ഓക്കെ, സിമിലർലി അറ്റ് ദ സെയിം ടൈം ലോവർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹയർ ലോഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് ഇൻ യുവർ വോൾട്ടേജ് ഗെയിൻ. ദസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ യുവർ ലോവർ വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യും, കുറക്കും. അപ്പോൾ ഈ രണ്ട് എഫക്റ്റും ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, യൂണിഫോം ഗെയിൻ എന്ത് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ ചെയ്യുന്നത് അവിടെ. ഓക്കെ, അപ്പം ഒരു സമയത്ത് ഗെയിൻ ഇൻക്രീസ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യും, ഗെയിൻ എന്ത് ചെയ്യും, കുറയും. അങ്ങനെയാണ് ഒരു യൂണിഫോം ഗെയിൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, എവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അതുപോലെ അടുത്ത ലോ ഫ്രീക്വൻസീസ്, അതായത് നമ്മുടെ 50 ഹെർട്സ് മുതൽ എന്നല്ല പറഞ്ഞു. അപ്പോൾ ലോ ഫ്രീക്വൻസി വെച്ചാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 50 ഹെർട്സ് അല്ലേ. അപ്പോൾ ലെസ് ദാൻ 50 ഹെർട്സിന് എന്താ സംഭവിക്കുക വെച്ചാൽ ഹയർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആയിരിക്കും നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്ററിന്. ഓക്കെ, അപ്പോൾ ഹയർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആകുമ്പോൾ ഇറ്റ് ക്യാൻ അലൗ ഓൺലി വെരി സ്മോൾ പാർട്ട് ഓഫ് ദ സിഗ്നൽ ടു പാസ് ഫ്രം വൺ സ്റ്റേജ് നെക്സ്റ്റ് അല്ലേ. ഭയങ്കര റിയാക്റ്റൻസ് ആണെങ്കിൽ കുറച്ച് കറണ്ട് അല്ലേ പാസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സിഗ്നലിൽ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പാസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രശ്നം, അതൊരു പ്രശ്നം. അതുപോലെ തന്നെ ഹൈ റിയാക്റ്റൻസ് ഓഫ് യുവർ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിനും ഹൈ റിയാക്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഹൈ റിയാക്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എമിറ്റർ റെസിസ്റ്റർ എന്തല്ല, പ്രോപ്പർലി ഷണ്ടഡ് അല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യാം, ലോ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യാം, ഫോൾ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് അവിടെ ഫോൾ ഓഫ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അറ്റ് ഹൈ ഫ്രീക്വൻസീസ് അത് വിൽ ബി എക്സീഡിങ് സം 20 കിലോ ഹെർട്സ് അല്ല, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് 20 കിലോ ഹെർട്സിന് മുകളിലും എന്ത് തന്നെയാണ് അവസ്ഥ, ഗെയിൻ എന്ത് ചെയ്യുവാണ്, ഡിക്രീസ് ചെയ്യുവാണ് ഫ്രീക്വൻസി കൂട്ടിയാലും. ഓക്കെ, ഇതിനും കുറച്ച് കാരണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഹൈ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് എന്ത് ചെയ്യും, വളരെ കുറയും. ഓക്കെ, നേരത്തെ ലോ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ് സിഗ്നൽ പാസ് ചെയ്യാൻ. ഇവിടെ ഹൈ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. അത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സാധനം ഓർത്തത്, എക്സ് ഈക്വൽ ടു 1/2πf × c അല്ലേ, അത് എക്സ് സി പ്രൊപ്പോർഷണൽ ടു 1/f അല്ലേ. അപ്പം ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് കുറയലാണ്.
ഓക്കെ. അതുപോലെ ഫ്രീക്വൻസി കൂടിയാൽ നിങ്ങളുടെ റിയാക്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ എക്സി പ്രൊപ്പോർഷണൽ 1/f അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി കുറയുവാണെങ്കിൽ നിങ്ങളുടെ റിയാക്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. ലോ ഫ്രീക്വൻസി ആകുമ്പോൾ ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും. ഓക്കെ. അതാണ് അതിൻ്റെ സിമ്പിൾ. എല്ലാം ബേസിക് പ്രിൻസിപ്പിൾ നിന്നാണ് എല്ലാ കഥകളും വരുന്നത്. ഓക്കെ. അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദ റിയാക്റ്റൻസ് വിൽ ബി സ്മോൾ. ഏതാണ് സ്മോൾ? കപ്ലിംഗ് കപ്പാസിറ്റർ CC വളരെ കുറയും. ആൻഡ് യുവർ CC ബിഹേവ്സ് ആസ് എ ഷോർട്ടായിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വെച്ചാൽ ഇറ്റ് വിൽ അഗെയിൻ ഇൻക്രീസ് ദ ലോഡിങ് എഫക്റ്റ്. ലോഡിങ് എഫക്റ്റ് എന്ത് ചെയ്യും? പിന്നെയും എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനുള്ള ഇത് കുറയും അല്ലേ. അപ്പോൾ ദിസ് ഇൻക്രീസസ് ദ ലോഡിങ് എഫക്റ്റ് ഓഫ് യുവർ നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് ദസ് റെഡ്യൂസസ് ദ വോൾട്ടേജ് ഗെയിൻ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പഠിക്കാനുള്ളതാണ് ഹൈ ഫ്രീക്വൻസിയിൽ ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഓഫ് യുവർ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ലോ. ഓക്കെ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ കുറവാണ്. അതുകൊണ്ട് ബേസ് കറണ്ട് എന്ത് ചെയ്യും? കൂടും. അങ്ങനെ ബേസ് കറണ്ട് കൂടുന്നതിനോടൊപ്പം നിങ്ങളുടെ കറണ്ട് ഗെയിൻ ഫാക്ടർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ. ബേസ് കറണ്ട് കൂടുമ്പോൾ നിങ്ങൾ കറണ്ട് ഗെയിൻ ഫാക്ടർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ. ഇതൊക്കെ ജസ്റ്റ് എൻ്റെ കുറച്ച് കാരണങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ. പിന്നെ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ഉണ്ട്. ഓക്കെ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് CBC. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് CBC കണക്ട്സ് ദ ഔട്ട്പുട്ട് സർക്യൂട്ട് ടു ദ ഇൻപുട്ട് സർക്യൂട്ട്. ഓക്കെ. അപ്പം ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് നിങ്ങൾ ഔട്ട്പുട്ടിന് ഇൻപുട്ടിൻ്റെ ഇടയിൽ കണക്ഷൻ വരുന്നുണ്ട്. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവും. അങ്ങനെ ഗെയിനും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. മൂന്നാമതൊരു റീസൺ പോലെ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ വേറെയും കുറച്ച് കപ്പാസിറ്ററുകളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്ററായ CBCക്ക് പുറമെ തന്നെ വയറിംഗ് കപ്പാസിറ്ററുകളുണ്ട്. അതാണ് CW1 CW2 ഒക്കെ ഉണ്ട്. വയറിംഗ് കപ്പാസിറ്റൻസസ്. ഓക്കെ. ഇങ്ങനെ 2-3 കപ്പാസിറ്റൻസുകളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇൻപുട്ട് ഉണ്ടാവുമല്ലോ, ഇൻപുട്ട് കപ്പാസിറ്റൻസ്, അതിനെ CN എന്ന് പറയാം. അപ്പോൾ ഈ മൂന്നിൻ്റെ എഫക്റ്റും ഒരു സിംഗിൾ ഷണ്ടിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് വെച്ചാൽ നിങ്ങളുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് CS ആണെങ്കിൽ ഇറ്റ് വിൽ ബി CW1 + CW2 + യുവർ CIN. ഇങ്ങനെ മൂന്നിൻ്റെ എഫക്റ്റും കൂടി അതിൽ വരും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കുറയാൻ ഈ 3 കപ്പാസിറ്ററുകളും കാരണക്കാരാണെന്ന് ഓർത്താൽ മതി. ഓക്കെ. അപ്പം ദ ഹയർ ദ ഫ്രീക്വൻസി ദ ലോവർ ദ impedance offered by your CS and lower will be the output voltage. അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഗെയിൻ എന്ത് ചെയ്യും? കുറയും. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കിയാൽ മതിയാവും. ക്ലിയർ? അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്യൂട്ടൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളുടെ വോൾട്ടേജ് ഗെയിൻ അവിടെ കുറയുന്നുണ്ട്. അതിന് ഇതുപോലത്തെ കുറച്ച് കാരണങ്ങളും കൂടി ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ പറയാനുള്ളത് നമ്മളിതിൻ്റെ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചാണ്. ഓക്കെ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം ഓൾറെഡി. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി F2 - F1. ഓക്കെ. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജുകൾ പറയുവാണെങ്കിൽ അഡ്വാൻറ്റേജസിൽ ഫ്രീക്വൻസി റെസ്പോൺസ് എക്സലൻറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. കാരണം ഓഡിയോ ഫ്രീക്വൻസി ഇതിലൊക്കെ കോൺസ്റ്റൻറ്റ് ഗെയിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ചീപ്പറാണ്, അറ്റ് ദ സെയിം ടൈം കോമ്പാക്റ്റ് ആണ്. ഓക്കെ. ഡിസഡ്വാൻറ്റേജ് മെയിൻലി പറയാന്ന് വെച്ചാൽ ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ആണ്. ഓക്കെ. ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ആണ് ഇതിന്. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ കാരണം വെച്ചാൽ ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ഡ്യൂ ടു യുവർ ലോ റെസിസ്റ്റൻസ് പ്രസൻറ്റഡ് ബൈ ദ ഇൻപുട്ട് ഓഫ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിൻ്റെ മുന്നിലത്തെ സ്റ്റേജിൽ ലോ റെസിസ്റ്റൻസ് ആണ് പ്രിഫർ ഉണ്ടാവുക. അപ്പോൾ ലോ വോൾട്ടേജ് ഗെയിൻ ആണ് ഇത് എക്സിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഏജിങ് ആകുമ്പോൾ ഇറ്റ് എക്സിബിറ്റ് സം നോയ്സസ് എക്സെട്ര. അതുപോലെ ഇമ്പിഡൻസ് മാച്ചിങ് കുറവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഓക്കെ. പിന്നെ അപ്ലിക്കേഷൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ അപ്ലിക്കേഷൻസ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് വോൾട്ടേജ് ആംപ്ലിഫയർ. ഓക്കെ. വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് എക്സലൻറ്റ് ഓഡിയോ ഫിഡലിറ്റി. ഓക്കെ.
ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ ഓഡിയോ ഫിഡിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ നല്ല രീതിയിൽ കോൺസ്റ്റൻറ്റ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നതും വേണം നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിങ് പുവർ ഇംപിഡൻസ് മാച്ച്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഈ ഇംപിഡൻസ് മാച്ചിങ് പുവർ. ഓക്കെ, ഇംപിഡൻസ് മാച്ചിങ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഈസ് റെയർലി യൂസ്ഡ് ഇൻ ദ ഫൈനൽ സ്റ്റേജസ്. ഓക്കെ, ഫൈനൽ സ്റ്റേജുകളിൽ ഇംപിഡൻസ് മാച്ചിങ് കുറവായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇംപിഡൻസ് മാച്ചിങ് കുറവായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയൊരു ട്രാൻസിസ്റ്ററുമായിട്ട് വരുന്നത്. അതിൻ്റെ പേരാണ് നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ കപ്പിൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത്. അവിടെ ഇംപിഡൻസ് മാച്ചിങ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. നമ്മൾ കൂടുതലും പിന്നെ ഒബ്ജക്റ്റീവ് വരുമ്പോൾ ബാക്കി അഡീഷണൽ ഫാക്റ്റുകൾ ആഡ് ചെയ്യേണ്ട ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ കപ്പിൾഡ് ആംപ്ലിഫയറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാം. ഓക്കെ, ദെൻ താങ്ക് യു.